അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് കാരക തിയറിയാണ്. കാരക തിയറി പ്രപ്പോസ് ചെയ്തത് പാണിനിയാണ് കേട്ടോ. പാണിനിയുടെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺട്രിബ്യൂഷനാണ് കാരക തിയറി. പാണിനി എന്ന് പറയുന്നത് ഏൻഷ്യൻ്റ് ഇന്ത്യൻ ഗ്രാമറിയൻ ആണ്. സോ ഈ ഒരു കാരക തിയറിക്കകത്ത് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ് ആക്ഷൻ, അതായത് വെർബ് അല്ലെങ്കിൽ ഹൗ ഡിഫറെൻറ്റ് പാർട്ടിസിപ്പൻസ് ഇൻ ആൻ ആക്ഷൻ ഓർ ഇൻ എ വെർബ് റിലേറ്റ് ടു ദാറ്റ് ആക്ഷൻ. ഈ ആക്ഷൻ ചെയ്യുന്ന ആളും ആക്ഷനുമായിട്ടുള്ള ആ ഒരു റിലേഷൻ എന്താണെന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പം ആര് എന്ത് ചെയ്തു, ആർക്ക് വേണ്ടി ചെയ്തു, എങ്ങനെ ചെയ്തു, എവിടെ വെച്ച് ചെയ്തു, എന്തിന് ചെയ്തു, ഇതൊക്കെ സിമ്പിളായിട്ട് ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാരക തിയറി എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ കാരക എന്ന് പറയുന്നത് മീനിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ മീനിങ് ബേസ്ഡ് അല്ലെങ്കിൽ സെമാൻറ്റിക് ആയിട്ടുള്ള ഒരു ബേസ്ഡ് ആയിട്ടുള്ള തിയറിയാണ്. പക്ഷേ വിഭക്തി നമ്മൾ കാരക തിയറിയെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ എപ്പോഴും വിഭക്തി തിയറിയുമായിട്ട് കമ്പയർ ചെയ്ത് വേണം പറയാൻ. വിഭക്തി എന്ന് പറയുന്നത് മോർഫോളജിക്കൽ അല്ലെങ്കിൽ ഫോം ബേസ്ഡ് ആയിട്ടുള്ള തിയറിയെ മാത്രം ബേസ് ചെയ്തിട്ടാണ്. കാരക എന്ന് പറയുന്നത് സെമാൻറ്റിക് അല്ലെങ്കിൽ മീനിങ് ബേസ്ഡ് ആണ്. അപ്പോൾ 6 മെയിൻ കാരകാസ് ആണ് പാണിനി ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ ഇസ് കർത്ത. കർത്ത എന്ന് വെച്ചാൽ കർത്താവ്. കർത്താവ് എന്ന് വെച്ചാൽ ആരാണ്? ദി ഏജന്റ് അല്ലെങ്കിൽ ഡൂവർ ഓഫ് ദി ആക്ഷൻ. ആക്ഷൻ പെർഫോം ചെയ്യുന്ന ആളാണ് കർത്ത. അപ്പം ഫോർ എക്സാമ്പിൾ രവി ഈറ്റ്സ് ആൻ ആപ്പിൾ. ഇതിനകത്തെ കർത്താവ് അല്ലെങ്കിൽ എന്താണ് ആക്ഷൻ ചെയ്യുന്ന ആൾ രവിയാണ് അല്ലേ. ദ ബോയ് റൈറ്റ്സ് എ ലെറ്റർ. ഇതിനകത്തെ കർത്താവ് എന്ന് പറയുന്ന ബോയ് ആണ്. ഈ കർത്ത എന്ന് പറയുന്നത് ഡസ് നോട്ട് ഹാവ് ടു ബി ഹ്യൂമൻ ആകണം എന്നില്ല. ഓക്കെ, ആരാണോ ആക്ഷൻ ചെയ്യുന്നത് അയാളാണ് കർത്ത എന്ന് പറയുന്നത്. അതായത് ഇൻഡിപെൻഡൻറ്റ് പെർഫോമർ ഓഫ് ദി ആക്ഷൻ, സ്വതന്ത്ര കർത്ത എന്നാണ് നമ്മൾ പാണിനി അതിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് വൺ ഇസ് കർമ്മൻ, അതായത് ഗോൾ ഓഫ് ആക്ഷൻ അല്ലെങ്കിൽ ഒബ്ജക്റ്റ്. ഈ ആക്ഷനിൽ നിന്ന് അല്ലെങ്കിൽ ആക്ഷൻ്റെ റിസൾട്ടിൽ നിന്ന് അഫക്റ്റഡ് ആകുന്ന പേഴ്സൺ ഓർ തിങ്, അതാണ് കർമ്മൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ രവി ഈറ്റ്സ് ആൻ ആപ്പിൾ. രവി ആപ്പിൾ തിന്നു. ഈ തിന്നു എന്നുള്ളതിൻ്റെ ആക്ഷൻ ആരെയാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ എന്തിനെയാണ് തിന്നത്, അല്ലെങ്കിൽ ഈ ആക്ഷൻ റിസീവ് ചെയ്ത സംഭവം ഏതാണ്? ആപ്പിളാണ്. സോ ആപ്പിളാണ് ഇവിടുത്തെ കർമ്മൻ എന്ന് പറയുന്നത്. ഷീ റീഡ്സ് ദ ബുക്ക് എന്നുള്ളതാണ് ഇവിടുത്തെ കർമ്മൻ. ഓക്കെ, അപ്പോൾ കർമ്മൻ യൂഷ്വലി ആൻസേഴ്സ് വാട്ട്, ഹൂം അല്ലെങ്കിൽ വിച്ച്. മൂന്നാമത്തത് കരണം എന്നുള്ളതാണ്. അതായത് കാരണം എന്നോ അല്ലെങ്കിൽ കാരണം എന്നോ, അതായത് ഇൻസ്ട്രുമെൻ്റ് അല്ലെങ്കിൽ മീൻസ്. അപ്പോൾ ഇൻസ്ട്രുമെൻ്റ് അല്ലെങ്കിൽ ടൂൾ യൂസ്ഡ് ടു പെർഫോം ആൻ ആക്ഷൻ, അതാണ് കാരണം. അതായത് ഹി കട്ട്സ് വെജിറ്റബിൾ വിത്ത് എ നൈഫ് എന്നുള്ളതാണ് ഇവിടുത്തെ ഇൻസ്ട്രുമെൻ്റ് അല്ലെങ്കിൽ മീൻസ് എന്ന് പറയുന്നത്. ഷി റോട്ട് വിത്ത് എ പെൻ എന്നുള്ളതാണ് ഇവിടുത്തെ ഇൻസ്ട്രുമെൻറ്റ്. അപ്പോൾ കാരണം ആൻസേഴ്സ് എന്ത് ചെയ്യുന്നതാണ്? ബൈ വാട്ട് മീൻസ്, എങ്ങനെയാണ് ഒരു കാര്യം ചെയ്തത്. നാലാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ സമ്പ്രദാനം, അതായത് റെസിപ്പിയൻ്റ് അല്ലെങ്കിൽ ബെനിഫിഷ്യറി. ആർക്ക് വേണ്ടിയാണ് ആക്ഷൻ ചെയ്തത്, ഫോർ ഹൂം അല്ലെങ്കിൽ ടു ഹൂം ദ ആക്ഷൻ ഇസ് ഡൺ. ഫോർ എക്സാമ്പിൾ ഹി ഗിവ്സ് എ ഗിഫ്റ്റ് ടു ഹിസ് ഫ്രണ്ട്. ഇവിടെ ആക്ഷൻ ചെയ്തത് ഫ്രണ്ടിന് വേണ്ടിയാണ്, ഗിഫ്റ്റ് കൊടുത്തത് ഫ്രണ്ടിന് വേണ്ടിയാണ്. സോ ഇവിടുത്തെ ഫ്രണ്ടാണ് ഇവിടുത്തെ സമ്പ്രദാനം അല്ലെങ്കിൽ റെസിപ്പിയൻ്റ് അഥവാ ബെനിഫിഷ്യറി എന്ന് പറയുന്നത്. സോ ഫോർ ഹൂം അല്ലെങ്കിൽ ടു ഹൂം, ആ ആക്ഷൻ എന്തിനു വേണ്ടി, ആർക്ക് വേണ്ടി ചെയ്തു എന്നുള്ളതാണ് ഇവിടെ സമ്പ്രദാനം പറയുന്നത്. ഇനി അപദാനമാണ്. അപദാനം എന്ന് വെച്ചാൽ സോഴ്സ് അല്ലെങ്കിൽ പോയിന്റ് ഓഫ് സെപ്പറേഷൻ, ദ പോയിന്റ് ഫ്രം വിച്ച് സംതിങ് മൂവ്സ് അവേ, അതാണ് അപദാനം എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ദ ബേർഡ് ഫ്ലൂ ഫ്രം ദ ട്രീയിൽ നിന്നാണ് ബേർഡ് ഫ്ലൂ ചെയ്തത്. അവിടെ നിന്നാണ് ആ ഒരു പോയിന്റ് ഓഫ് സെപ്പറേഷൻ ഹാപ്പൻ ചെയ്തത്. എവിടെ നിന്നാണ്? ട്രീയിൽ നിന്ന്. അപ്പോൾ അതാണ് അവിടുത്തെ അപദാനം. ഹി ബോറോഡ് മണി ഫ്രം ദ ബാങ്ക്. മണിയിൽ നിന്ന് ബാങ്കിൽ നിന്നാണ് ബോറോ ചെയ്തത് മണി. അപ്പോൾ എവിടെ നിന്നാണെന്ന്? ബാങ്കിൽ നിന്ന്. ആ ഒരു സെപ്പറേഷൻ ഹാപ്പൻ ചെയ്ത് ബാങ്കിൽ നിന്ന്, അതാണ് അപദാനം. സോഴ്സ് അല്ലെങ്കിൽ പോയിന്റ് ഓഫ് സെപ്പറേഷൻ, അതായത് ഒറിജിനോ അല്ലെങ്കിൽ സോഴ്സോ, അതിനെയാണ് നമ്മൾ അപദാനം എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഇസ് അധികരണം, അതായത് ലൊക്കേഷൻ അല്ലെങ്കിൽ പ്ലേസ് ഓഫ് ആക്ഷൻ. പ്ലേസ്, സ്പോട്ട് അല്ലെങ്കിൽ കോണ്ടെക്സ്റ്റ് വേർ ദി ആക്ഷൻ ഹാപ്പൻസ്. ഹി ലിവ്സ് ഇൻ കേരള. ഇതിനകത്ത് കേരള എന്നുള്ളതാണ് അധികരണം. ദ ബുക്ക് ഈസ് ഓൺ ദ ടേബിൾ എന്നുള്ളതാണ് ഇവിടുത്തെ അധികരണം. അതായത് വെയർ, ഓൺ വാട്ട് അല്ലെങ്കിൽ അറ്റ് വാട്ട് ടൈം, ഇതൊക്കെ ആൻസർ ചെയ്യുന്നതാണ് അധികരണം എന്ന് പറയുന്നത്. പിന്നെ അഡീഷണൽ ആയിട്ടുള്ള മൈനർ കാരകാസ് എന്ന് പറയുന്നത് ചില സ്കോളേഴ്സ് അഡീഷണൽ ആയിട്ടുള്ള ചില കാരകാസും കൂടി, അപ്പാർട്ട് ഫ്രം ദി 6 കാരകാസ്, കുറച്ച് പാണിനി പറഞ്ഞ 6 കാരകാസ് അല്ലാതെ അഡീഷണൽ ആയിട്ടുള്ള കാരകാസിനെ കുറച്ച് പേര് സ്കോളേഴ്സ് കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഹേതു എന്ന് വെച്ചാൽ കാരണം അല്ലെങ്കിൽ കോസ്, അതായത് ഹങ്കർ. ബിക്കോസ് ഓഫ് എന്നുള്ളത്, പ്രയോജനം പർപ്പസ്, പിന്നെ സഹകാരി അസിസ്റ്റന്റ്. ഈ 3 കൂടി അഡീഷണൽ ആയിട്ട് മൈനർ കാരകാസ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നുണ്ട്. പിന്നെ
കാരക തിയറി എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സെൻറ്റൻസ് സ്ട്രക്ചറിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ സാധിക്കും, എസ്പെഷ്യലി സാൻസ്ക്രിറ്റ്, ഹിന്ദി ആൻഡ് അതർ ഇന്ത്യൻ ലാംഗ്വേജസ്. അതുപോലെ തന്നെ മീനിങ് വെച്ചിട്ട് നമുക്കൊരു സെൻറ്റൻസിൻ്റെ മീനിങ് അല്ലെങ്കിൽ സെമാൻറ്റിക് റോൾസ് നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ സാധിക്കും. ആൻഡ് കണക്സ്റ്റ്, അതായത് ഈ ഒരു കാരക തിയറി എന്ന് പറയുന്നത് എന്താണ്, മീനിങ്ങിനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഇതാണ് കാരക തിയറിയുടെ ഒരു സമ്മറി എന്ന് പറയുന്നത്.